പിന്നെ അഡ്വക്കേറ്റ് ജനറലും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും എടുക്കുന്ന സ്റ്റാൻഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഇവിടെ കോർട്ട് അലക്ഷ്യം സംഭവിച്ചിരിക്കുന്നു. കോടതി വിധി ഉത്തരവാദപ്പെട്ട സംസ്ഥാനത്തെ ADGP പോലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ലംഘിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി. ഇനി ലംഘിച്ചു എന്നത് കോടതിക്ക് ബോധ്യമാകണമെങ്കിൽ ഈ ADGPയുടെ പേര് പരാമർശിക്കാത്ത ഒരു FIR ആണ് ഇട്ടത്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ സ്വാഭാവികമായിട്ടും CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് FIRൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ CCTV ദൃശ്യത്തിൽ നിന്നും MR അജിത് കുമാറിനെ അപ്രത്യക്ഷനാക്കിക്കൊണ്ടുള്ളൊരു സാധനമായിരിക്കുമോ അവിടെ കോടതിയിൽ എത്തുക? കാരണം പോലീസാണല്ലോ ഇത് എത്തിക്കേണ്ടത്. കാരണം അജിത് കുമാറിന് വേണ്ടി ഏതറ്റം വരെ പോയി ചെയ്യാൻ പോലീസ് നിർബന്ധിതമാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ റെജിലോക്കോസ് പറഞ്ഞല്ലോ, 100 ചില്ലാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത സർക്കാരാണ്. ആരായി 100 ചില്ലാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ? എൻ്റെ നാട്ടിലെ വള്ളിക്കുന്നിലൊരു ഉദ്യോഗസ്ഥനുണ്ട്. ഇവിടുത്തെ സ്വർണ്ണക്കടത്തിനെ കുറിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചതാണ്. ഞാൻ പറയട്ടെ, അതേപോലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാരാണ്? ഒന്ന് IPS വിജയൻ. എന്താ ചെയ്തത്? മാതൃഭൂമിൻ്റെ 2 ലേഖകരെ മറന്നുപോയത് നിങ്ങൾ ആ എലത്തൂർ കേസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ MR അജിത് കുമാർ എഴുതി കൊടുത്ത MR അജിത് കുമാറിനും സുജിത് ദാസും അടക്കുന്നുള്ള ഇവിടുത്തെ മാഫിയ സംഘത്തിന് സ്വീകാര്യമല്ലാത്ത പാവപ്പെട്ട ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് അജിത് കുമാർ എഴുതി കൊടുത്തത്. അത് പ്രകാരമാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അത് ഭരണ നേട്ടമായിട്ടാണ് ഇവർ പറയുന്നത്. ഈ ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരുടെ മുഴുവൻ ട്രാക്ക് എടുത്ത് പരിശോധിക്കും. നിങ്ങളെ മീഡിയ കൊണ്ടിൻ്റെ വിങ്ങൊന്ന് അപ്പോൾ അറിയാം. വള്ളിക്കുന്നിലൊരു പോലീസുകാരനുണ്ട്. ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് വലിയ സ്വർണ്ണക്കടത്തിന്റെ വിവരം ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് അവിടെ നിൽക്കി. ആ പിരിച്ചുവിട്ടവരൊക്കെ ലിസ്റ്റ് എടുക്കുക നിങ്ങൾ. സുജിത് ദാസിനെ എന്തിനാ നിങ്ങൾ സസ്പെൻഡ് ചെയ്തത്? എന്ത് കാരണത്താലാണ് സസ്പെൻഡ് ചെയ്തത്? ആ സസ്പെൻഷൻ പിൻവലിച്ച് ഇപ്പോൾ ഉന്നത സ്ഥാനത്ത് ഇരുത്താനുള്ള കാരണം എന്താ? ഞാൻ ആ ചോദ്യം ചോദിച്ചല്ലോ. ഇവിടെ ഒരുപാട് ഡീലുകൾ നടന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചല്ലോ, ഈ ആംബുലൻസിനെതിരെ കേസെടുത്ത് എടുക്കൂല. ആരാ എടുക്കാൻ ധൈര്യമില്ല. ശരി, അതന്നെയല്ലേ കാരണം. ഹസബുള്ളിനെ കാണാൻ പോയ കഥ പറഞ്ഞു. CP എന്താ പറഞ്ഞത്? എന്താ CPന്റെ രാജന്റെ പ്രതികരണം എന്താ? ഇന്ന് വന്നത് കണ്ടല്ലോ. എന്താ പറഞ്ഞത്? ആ വാക്കെന്തായിരുന്നു? വകതിരിവ് വേണു. ഇന്ന് മന്ത്രി ഈ സംസ്ഥാനത്തെ വകതിരിവില്ലാത്തൊരു ADGPയാണ് ഈ നാട്ടിലുള്ളത്, ഞങ്ങളെ ഭരണത്തിൽ കീഴിലെന്നുള്ള ഒരു തുറന്ന് സമ്മതിക്കലാണ്. മനസ്സിലാക്കണോ? എന്നിട്ട് ഈ CPMമാർക്ക് ഒരു ഉടുപ്പുമില്ലേ? ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഷാഫി ജലീൽ, ശരി. അല്ലല്ല, ആ വകതിരിവില്ലാത്തൊരു ADGP ഉണ്ടെങ്കിൽ വകതിരിവുള്ളൊരു മുഖ്യമന്ത്രി ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം കൂടി ഈ രാജന്റെ പ്രതികരണം ബാക്കി വെക്കുന്നു.